Next is, it's a derivation. Derivation of stability factor, very important. Derivation of stability factor. Its derivation starts from here. IC, the basic equation, IC is beta IB plus 1 plus beta into ICBO. Equation number 1. This equation I am differentiating with respect to IC. Hence, I will get first term LHS ne ICA IC which differentiate involved, I will get 1 equal beta into dIB by IC, variation of base current with respect to collector current, plus 1 plus beta into ICBO with respect to IC. So dIB ICBO into DIC. ഇനി ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഈ ടേമിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? How I can replace this term? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ റീപ്ലേസ് ചെയ്യാം? Delta IC. Yes ആണോ? Delta S. 1 by S. 1 by S. 1 by S. Stability factor in the equation, it is delta IC by delta ICBO on a general equation. So key term becomes 1 by S. So I am replacing that. Hence, this equation becomes 1 equal beta dIB by DIC plus 1 plus beta into 1 by S. Then this equation I can modify like ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുന്നു. I'll write here. So I will get 1 minus beta dIB by DIC equal 1 plus beta divided by S. I need to get the equation of S. Hence, S equal 1 plus beta divided by 1 minus beta into dIB by IC. DIC. ഇതാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ. ദിസ് ഈസ് എ സിമ്പിൾ ഡെറിവേഷൻ. നമ്മുടെ മെയിൻ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു IC വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. Then I will get the equation like this. I will write that equation once more clearly. Stability factor S equal 1 plus beta divided by 1 minus beta into dIB by DIC. This is the derivation of stability factor. ഈ equation വെച്ചിട്ടാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ, ദെൻ ഒരു കാര്യം കൂടെ ചേർക്കുന്നതിനകത്ത്, ഇറ്റ് മസ്റ്റ് ബി ആസ് ലോ ആസ് പോസിബിൾ. സ്റ്റെബിലിറ്റി ഫാക്ടർ, നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് എളുപ്പം താല്പര്യമുള്ളത് സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടിയിരിക്കണമെന്നാണ്. പക്ഷേ ഇതിനകത്ത് സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ ഈസ് ഡെൽറ്റ IC ബൈ ഡെൽറ്റ ICBO. ഈ വേരിയേഷൻ വളരെ മിനിമം ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഹെൻസ് ദിസ് വാല്യൂ മസ്റ്റ് ബി ആസ് ലോ ആസ് പോസിബിൾ. This value must be as low as possible. So please note that point. The equation derivation part clear or no? Derivation part clear? Yes, sir. Confusions on the illo? Yes, sir. Yes. Next we start our syllabus in the last topic, that is types of stability factor.
types of not stability factor, types of biasing circuits, types of biasing circuits. നമുക്കിതിനകത്ത് 3 സർക്യൂട്ട്സ് ആണ് പഠിക്കുന്നത്. ഈ 3 സർക്യൂട്ട്സിന്റെയും സ്റ്റെബിലിറ്റി ഫാക്ടർ ആണ് ഡെറിവേഷൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. We have to derive the stability factor of these 3 circuits. ഇനി what is the need? What is the need of this biasing circuit? നമ്മളൊരു ട്രാൻസിസ്റ്റർ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ട്രാൻസിസ്റ്ററിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഇൻപുട്ട് സൈഡ് ഫോർവേഡ് ബയസ് ചെയ്യണം, ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് ബയസ് ചെയ്യണം, ക്യൂ പോയിന്റ് ആയ IC, VCE, ക്യൂ പോയിന്റ് ആയ VCE, IC ഇതിന് വേരിയേഷൻസ് വരരുത്, സ്റ്റെബിലൈസ്ഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബയസിംഗ് സർക്യൂട്ട് കൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന്, ഇൻപുട്ട് സൈഡ് ഫോർവേഡ് ബയസ് ചെയ്യണം, പ്രോപ്പർ ഫോർവേഡ് ബയസിംഗ് ടു ദി ഇൻപുട്ട് സൈഡ്, പ്രോപ്പർ റിവേഴ്സ് ബയസ് ടു ദ ഔട്ട്പുട്ട് സൈഡ്, ക്യൂ പോയിന്റ് ഓർ ദ മസ്റ്റ് ബി സ്റ്റെബിലൈസ്ഡ്, അല്ലെങ്കിൽ പറയാം ICയുടെ വാല്യൂ വലിയ രീതിയിൽ വേരി ചെയ്യരുത്. ക്യൂ പോയിന്റ് ഹാവ് ടു ബി സ്റ്റെബിലൈസ്ഡ് അറ്റ് മിഡ് പോയിന്റ് ഓഫ് ആക്റ്റീവ് റീജിയൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയസിംഗ് സർക്യൂട്ട്സിന്റെ നീഡ് എന്ന് പറയുന്നത്. ഒന്ന്, ഫോർവേഡ് ബയസിംഗ്, 2, ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് ബയസ് ചെയ്യണം, ക്യൂ പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം മിഡ് പോയിന്റ് ഓഫ് ആക്റ്റീവ് റീജിയനിൽ ഇത് സ്റ്റേബിൾ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഈ ബയസിംഗ് സർക്യൂട്ട് വഴി നമ്മൾ നടത്തിയിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ബയസിംഗ് സർക്യൂട്ട്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയസിംഗ് സർക്യൂട്ട്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതിനകത്ത് സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഡെറിവേഷൻ ഉണ്ട്. അന്നേരം ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ എപ്പോഴും ഈ 3 സർക്യൂട്ട്സിലും എപ്പോഴും ആസ് ലോ ആസ് പോസിബിൾ എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയസിംഗ് സർക്യൂട്ട്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Next, moving to the first biasing circuit. Moving to the first biasing circuit, that is called simplest. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബയസിംഗ് സർക്യൂട്ട്. അതിന്റെ ഡയഗ്രാം പഠിക്കണം, സർക്യൂട്ട് ഡയഗ്രാം പഠിക്കണം. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ എപ്പോഴും സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കോമൺ എമിറ്റർ എന്ന് പറഞ്ഞാൽ എമിറ്റർ ഗ്രൗണ്ട് ചെയ്യണം, 2 പവർ സപ്ലൈ വേണം. ഇവിടെ ഞാനൊരു പവർ സപ്ലൈ കൊടുക്കുന്നു, VBB ബേസിലുള്ള പവർ സപ്ലൈ. ഇവിടെ ഒരു പവർ സപ്ലൈ ഞാൻ റെസിസ്റ്റർ വഴി കൊടുക്കുക, VCC, ഇത് RC. അന്നേരം ഇവിടെ ഉള്ള കറണ്ട് IC, ഇവിടെ ഉള്ള കറണ്ട് IB, ഇങ്ങോട്ട് പോകുന്ന കറണ്ട് IE. ഇനി ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, 2 വോൾട്ടേജ് ഉണ്ട്. നമ്മൾ ട്രാൻസിസ്റ്ററിൽ ഡീൽ ചെയ്യുമ്പോൾ 2 വോൾട്ടേജ് ഉണ്ട്. വൺ ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ collector and emitter, that is VCE. Next is the voltage between base and emitter, that is VBE. ഈ രണ്ടിനെ കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷനിൽ എന്തൊക്കെ ആയിരിക്കണം ഇതിന്റെ വാല്യൂസ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ബയസിംഗ് സർക്യൂട്ട്സിലും നിങ്ങൾ മെയിൻലി ഡീൽ ചെയ്യേണ്ടത്. VCC, IC, RC, IE, IB, പിന്നെ VCE, പിന്നെ VB. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് VBE? VBയുടെ വാല്യൂ എന്തായിരിക്കണം? ഈ സൈഡിൽ, ഈ സൈഡ് എനിക്ക് ഫോർവേഡ് ബൈസ് ചെയ്യണം, ഈ സൈഡ് റിവേഴ്സ് ബൈസ് ചെയ്യണം. അന്നേരം ഫോർവേഡ് ബൈസ് ചെയ്യണമെങ്കിൽ ഈ VBയുടെ വാല്യൂ എത്ര ആയിരിക്കണം? VBയുടെ വാല്യൂ എത്ര ആയിരിക്കണം? VBE ബേസ് എമിറ്റർ വോൾട്ടേജ് എത്ര ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? യെസ്, എത്രയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? 0.7. 0.7. കാരണം ഇതൊരു ഡയോഡാണ്. ലാസ്റ്റ് ക്ലാസ് വീഡിയോസ് റെഫർ ചെയ്യുക.
വി ബിയുടെ വാല്യൂ എപ്പോഴും 0.7 കാരണം ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. ഇത് P, ഇത് N ഞാൻ പറഞ്ഞു. ഇത് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു ഡയോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വോൾട്ടേജ് 0.7 ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് VBB? എന്തായിരിക്കും? എന്തിനാ നമ്മളെ VBB കണക്ട് ചെയ്യുന്നത്? ഒന്ന് പറയോ? എന്താണ് ഫംഗ്ഷൻ ഓഫ് VBB? വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് VBB? What is the function of VBB? VBB എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. ഇതിന് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തേക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കണക്ട് ചെയ്തേക്കുന്നത്? Shruti is there? Shruti RS. Shruti is there? Ronnie and Lal. Yes, sir. റോണി എന്തിനാ നമ്മൾ ആ VBB അവിടെ കണക്ട് ചെയ്തേക്കുന്നത്? എന്തിനു വേണ്ടിയാ അവിടെ കണക്ട് ചെയ്തേക്കുന്നത് VBB? Sir, വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് എന്തിനു വേണ്ടിയാണ് ഞാൻ അവിടെ കൊടുത്തേക്കുന്നത്? ഇൻപുട്ട് സൈഡിൽ 0.7 വോൾട്ടേജ് കിട്ടാൻ വേണ്ടി. 0.7 വോൾട്ടേജ് കിട്ടാൻ വേണ്ടി. യെസ്, ഫംഗ്ഷൻ ഓഫ് VBB ഈസ് 0.7 വോൾട്ട് എനിക്ക് തരണം ഇൻപുട്ട് സൈഡിൽ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ VBB ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ബേസ് എമിറ്റർ വോൾട്ടേജിൽ എനിക്ക് എപ്പോഴും 0.7 കിട്ടണം. ദാറ്റ് മീൻസ് ഇതെനിക്ക് ഫോർവേഡ് ബയസിങ് ചെയ്യണം. എങ്കിലും എനിക്ക് മിനിമം 0.7 കിട്ടണം. അതുകൊണ്ട് ഞാൻ ഇവിടെ VBB കണക്ട് ചെയ്തു. ആ VBBയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 0.7 കൊടുക്കുക എന്നുള്ളതാണ്. ഇനി റോണി, VCCയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? വോൾട്ടേജ് ഔട്ട് എടുക്കുന്നത്. വോൾട്ടേജ് ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. ഔട്ട്പുട്ടിലുള്ള എന്തിനാ എന്റെ ഫംഗ്ഷൻ പറഞ്ഞു? വാട്ട് ഇസ് ഫംഗ്ഷൻ ഓഫ് VCC? എന്തിനു വേണ്ടിയാണ് ഞാൻ അവിടെ VCC കണക്ട് ചെയ്തേക്കുന്നത്? ഔട്ട്പുട്ട് കിട്ടാൻ, ഔട്ട്പുട്ടിന്റെ കാണാൻ, ഔട്ട്പുട്ട് സൈഡിൽ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാ? ഞാൻ പറഞ്ഞു ഇൻപുട്ട് സൈഡിൽ ഫോർവേഡ് ബയസിങ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ VBB കണക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ 0.7 തരാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ VCCയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? വാട്ട് ഇസ് ഫംഗ്ഷൻ ഓഫ് VCC? റിവേഴ്സ് ബയസിങ് മെയിൻറ്റെയിൻ ചെയ്യണം. റിവേഴ്സ് ബയസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എനിക്ക് VCE കണക്ട് ചെയ്യാൻ വേണ്ടി. So function of VCC is to reverse bias the output side or to give proper VCE. അങ്ങനെയാണെങ്കിൽ ഇത് റിവേഴ്സ് ബയസ് ആവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുന്നു തോന്നുന്നു. ഇനി ഇത് പ്രാക്ടിക്കലി ഇത് യൂസ് ചെയ്യാത്ത സർക്യൂട്ടാ. പ്രാക്ടിക്കലി the simplest biasing circuit is not used. Practically it is not used. Reason 0.7 നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻപുട്ട് സൈഡിൽ 0.7 വോൾട്ടേജ് ആണ് VBBയുടെ വാല്യൂ. 0.7 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയാണ് VBB കണക്ട് ചെയ്തേക്കുന്നത്. That means practically I can't design a power supply with voltage 0.7. 0.7 മാത്രം മതി ഇവിടെ. So practically I can't design a power supply of VBB that is having a 0.7 value. So the simplest biasing circuit is not used in the amplifier for biasing purpose. Simplest biasing circuit is not used in the biasing of amplifiers. Reason is നമ്മൾ ഇൻപുട്ടിൽ VBB കണക്ട് ചെയ്തേക്കുന്നു. So that VBB main function is to provide 0.7 volt that is forward biasing to the input side. But I can't design practically a power supply of VBB that is providing 0.7 volt. So this is practically it is not used. ഒരു പോയിന്റ് ആഡ് ചെയ്യാം. Can anyone tell what is the KVL? KVL at the output side. What is the KVL at the output side? KVL means applying proper voltage. Apply KVL, Kirchhoff voltage law. നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്താണ്? എത്ര വോൾട്ടേജ് നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ കൊടുക്കുന്നത്? ടോട്ടൽ വോൾട്ടേജ് ഈസ് VCC. എവിടെയൊക്കെ ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വോൾട്ടേജസ്? വോൾട്ടേജ് RCയുടെ അവിടെയും VCയുടെ അവിടെയും ഡെസിപ്പേറ്റ് ചെയ്യുന്നു. ഇനി
Hence, I can state what is the value of VRC, voltage across RC? ICRC. ICRC. VCE is there. This is the KVL. Applying KVL to the output side. Total voltage കൊടുക്കുന്നത് VCC, അത് രണ്ടിടത്ത് ഡിസിപ്പേറ്റ് ആവും, ഒരിടത്ത് RC-ലും ഒരിടത്ത് VC-ലും. Hence, I can write VCC equal VCRC plus VC, or we know that VCRC is ICRC. Hence, we can state VCC equal to ICRC plus VC. And the thing is, this is practically not used because the VBB power supply is not able to design. We can't practically design a power supply of 0.7 volt. That's the main disadvantage. I think this first circuit is clear to you. Am I clear? Am I? Can I proceed to the next section? Next circuit. Then another doubt on law? Yes, sir. Yes, sir. Any doubts in the first circuit? Second is called fixed bias circuit. രണ്ടാമത്തെ സർക്യൂട്ട് ശ്രദ്ധിക്കുക. ആ സർക്യൂട്ടിനകത്ത് എന്ത് വേരിയേഷൻ ആണ് വരുത്തുന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ശ്രുതി എന്ന ക്ലാസ്സിൽ ഇല്ലേ? ശ്രുതി എന്നില്ലേ ക്ലാസ്സിൽ? ശ്രുതി RS. ഷീ ഈസ് നോട്ട് പ്രസന്റ്. Yes, sir. Present. ആ ശ്രുതി, അന്നേരം ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയണം കേട്ടോ. ഞാൻ ഈ വരയ്ക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ പറയണം. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ എന്താ ശ്രുതി ബേസിക് ഡിഫറൻസ്? ആദ്യത്തെ സിംപ്ലസ്റ്റ് ബയസിംഗ് സർക്യൂട്ടും ഇത് തമ്മിലുള്ള ബേസ് ഡിഫറൻസ് എന്നതാ? എന്താ ഡിഫറൻസ് വന്നത് ഇവിടെ? നേരത്തെ വരച്ച ഡയഗ്രവും ഈ വരച്ച ഡയഗ്രവും തമ്മിലുള്ള ഡിഫറൻസ് എന്നതാ? എന്താ ഡിഫറൻസ് ശ്രുതി? Can you hear me? Yes, sir. എന്താ ഡിഫറൻസ്? Resist. പറഞ്ഞോ. VBB resistor add ചെയ്യും. എങ്ങനെ? ക്ലിയർ ആയിട്ട് പറഞ്ഞേ. Resistor ക്ലിയർ ആയിട്ട് പറഞ്ഞേ. ഫസ്റ്റ് സർക്യൂട്ടില് VBB റെസിസ്റ്റർ ഇല്ലായിരുന്നു. VBB റെസിസ്റ്റർ ഇല്ല ഇല്ലേ? ആണോ? ആണോ ശ്രുതി? ക്ലിയർ ആയിട്ട് പറഞ്ഞേ. സർ VBB റെസിസ്റ്റർ ആഡ് ചെയ്തു. ഈ വീഡിയോ ഓൺ ആക്കത്തോണ്ട് ഈ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്ത് വാട്സാപ്പിൽ ഇത് അയച്ചു കൊടുത്ത് പറയാനും എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ ശ്രുതി, ഒന്ന് പറഞ്ഞേ എങ്ങനെയാ KVL അപ്ലൈ ചെയ്യുന്നത്? ഹൗ വി ക്യാൻ അപ്ലൈ KVL ഹിയർ? ഇൻപുട്ട് സൈഡിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഗെറ്റ്? ആ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. യെസ് പറഞ്ഞേ. ഇൻപുട്ട് സൈഡിൽ KVL അപ്ലൈ ചെയ്യുന്നു. കിർച്ചോഫ് വോൾട്ടേജ് ലോ. ഇൻപുട്ടിലെ ടോട്ടൽ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാ? ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് എത്രയാ? ഇൻപുട്ടില് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണെന്നാ ചോദിച്ചത്. ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന DC വോൾട്ടേജ് എത്രയാ ഇവിടെ? എത്രയാ? കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ എടുക്കുന്ന വീഡിയോ ലെക്ചേഴ്സ് ക്ലാസ് ടൈമിൽ വളരെ കീനായിട്ടിരിക്കുക.
എങ്കിൽ മാത്രമേ ഈ വീഡിയോ ലെക്ചേഴ്സ് ഒന്നും കൂടെ പ്ലേ ചെയ്ത് കാണുമ്പോൾ ഐഡിയ കിട്ടുള്ളൂ. ഓരോരുത്തരെ ഞാൻ വിളിക്കുന്നുണ്ട്. അതിനകത്തെ ആദ്യത്തെ 2 പേരുടെ ശ്രുതിയും അറോണിയും ആയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരെ ഞാൻ സമയത്തിനനുസരിച്ച് ഞാൻ വിളിച്ചോളാം. സോ ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പോകും. കുറച്ചും കൂടെ കീനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ശ്രുതി കേട്ടോ പറഞ്ഞേ. ശ്രുതി, നമ്മളിവിടെ ഇൻപുട്ടിൽ കൊടുക്കുന്നത് വേണ്ടേ VBB ആണ്. ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഇത് ഇൻപുട്സിലെ ബേസിനും എമിറ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. VCC ആണ് the voltage that is given at the output side. ഇനി what is the difference between the earlier circuit and this circuit? I am adding an extra resistance over here. എന്തിനു വേണ്ടിയാ ഞാൻ ഇവിടെ റെസിസ്റ്റർ ആഡ് ചെയ്യുന്നത്? ശ്രുതി ഒന്ന് പറയാമോ, എന്തിനു വേണ്ടി ഞാൻ ഇവിടെ എക്സ്ട്രാ ഈ റെസിസ്റ്റൻസ് ആഡ് ചെയ്യും? ശ്രുതി പറഞ്ഞു ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് ഇവിടെ ആഡ് ചെയ്യുന്നു പറഞ്ഞു. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ആഡിങ് ദിസ് എക്സ്ട്രാ റെസിസ്റ്റൻസ്? യെസ്, എന്തിനു വേണ്ടി ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് ആഡ് ചെയ്തേക്കുന്നത്? എന്തായിരിക്കും അതിന്റെ പർപ്പസ്? യെസ്, അറിയോ? പറയുന്നത് ഉറക്കെ പറയൂ ശ്രുതി. എന്തിനാ വേണ്ടിയാ നമ്മളിവിടെ റെസിസ്റ്റൻസ് RB കണക്ട് ചെയ്തേക്കുന്നത്? പറഞ്ഞോ, എന്തിനു വേണ്ടിയാ? എന്ത് പർപ്പസിന് വേണ്ടി ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തേക്കുന്നത്? 0.7 വോൾട്ടേജ്. 0.7 വോൾട്ട് പറഞ്ഞേ, പറയുന്നത് ശരിയാ, പറഞ്ഞോ. വോൾട്ട് ഇൻപുട്ടില് 0.7 വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് 0.7. ശ്രുതി പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇവിടെ നമുക്ക് 0.7 വോൾട്ട് കിട്ടണം. അതിന് നമ്മുടെ VBBയുടെ വാല്യൂ 0.7 ആണോ നിർബന്ധമില്ല. The VBB doesn't need to be 0.7. നമ്മൾ പ്രാക്ടിക്കലി ഒരു പവർ സപ്ലൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ടോ 12 വോൾട്ട് ഒക്കെ ആയിരിക്കും പ്രാക്ടിക്കലി ഉള്ള വാല്യൂ. അന്നേരം നമുക്ക് പ്രാക്ടിക്കലി ഉള്ള ഒരു 12 വോൾട്ട് VBB ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. I can consider a practical DC supply of 12 volt. But എനിക്ക് ഇവിടെ 0.7 വോൾട്ട് ഇവിടെ കിട്ടിയാൽ മതി. VBB എനിക്ക് 0.7 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. So what should be the purpose of this RB? എന്തിനു വേണ്ടി ഞാൻ ഈ RB കണക്ട് ചെയ്തേക്കുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി ഞാൻ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്? ഇവിടെ എനിക്ക് 12 വോൾട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ നമ്മൾ DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. ബട്ട് എനിക്ക് ഇവിടെ 0.7 കിട്ടിയാൽ മതി. അന്നേരം എന്തിന്റെ പർപ്പസിന് വേണ്ടിയായിരിക്കും ഞാൻ ഈ RB കണക്ട് ചെയ്തേക്കുന്നത്? ഒന്ന് പറയാമോ? Can anyone tell me what is the purpose of connecting this RB? സാറേ 12 വോൾട്ടിന് 0.7 ആക്കാൻ. എങ്ങനെ? 12 വോൾട്ടിന് 0.7 ആക്കാം. VBB 0.7 ഡ്രോപ്പ് എന്ന് പറഞ്ഞ വേർഡ് ആരാ പറഞ്ഞത്? ഡ്രോപ്പ് എന്ന് പറഞ്ഞ വേർഡ് വോൾട്ടേജ് ഡ്രോപ്പ്. റോബിൻ. റോബിനെ ഒന്ന് പറയാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ റോബിനെ? നമ്മളെ ഒരു സീരീസില് കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് റെസിസ്റ്റർ നമ്മൾ സീരീസ് വെക്കുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആവും. V = IR. റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ വോൾട്ടേജ് കുറയും. ശരി. ഓക്കെ, വോൾട്ടേജ് ഇപ്പൊ ശ്രുതി പറഞ്ഞത് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്നാണ് ശ്രുതി പറഞ്ഞത്. ഓക്കെ, അതാണ് പറയുന്ന പോയിന്റ്. ദാറ്റ് മീൻസ് 12 വോൾട്ട് നമ്മൾ കൊടുക്കുന്നു, പക്ഷെ നമുക്ക് 0.7 മതി. അന്നേരം ബാക്കിയുള്ള 12 മൈനസ് 0.7 ഡ്രോപ്പ് എവിടെ സംഭവിക്കും? ഈ RBയിൽ സംഭവിക്കും. സോ ദ ഫങ്ഷൻ ഓഫ് RB നമുക്ക് പറയാം ടു പ്രൊവൈഡ് 0.7 ഡ്രോപ്പ് 0.7 ഡ്രോപ്പ് അറ്റ് ദ ഇൻപുട്ട് സൈഡ്. 0.7 വോൾട്ട് ഡ്രോപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ RB കണക്ട് ചെയ്തേക്കുന്നത്. ദാറ്റ് മീൻസ് പ്രാക്ടിക്കലി ഐ ക്യാൻ പ്രൊവൈഡ് എ DC സപ്ലൈ ഓഫ് VBB 12 വോൾട്ട്. സോ നമുക്ക് ഇവിടെ 0.7 കിട്ടിയാൽ മതി.
So 12 minus 0.7. So that drop have to be happen. കാരണം നമുക്ക് 0.7 കിട്ടിയാൽ മതി, ബാക്കിയുള്ള 12 minus 0.7 വോൾട്ട് ഇവിടെ വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എല്ലാം 12 കിട്ടും. So I can use a practical supply of VBB. അതിനുവേണ്ടിയാണ് ഞാൻ ഈ RB കണക്ട് ചെയ്തേക്കുന്നത്. So can you tell me what is the KVL at the input side? നമ്മളൊരു KVL അപ്ലൈ ചെയ്യാം. What is the KVL? ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് VBB ആണ്. അത് എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്യും? RB യിൽ ഡ്രോപ്പ് ചെയ്യും. പിന്നെ VB. ഇനി RB യുടെ ഇക്വേഷൻ എന്താ ശ്രുതി? RB യുടെ ഇക്വേഷൻ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RB ഒന്ന് പറയാമോ ശ്രുതി? വോൾട്ടേജ് ഡ്രോപ്പ് അറ്റ് RB ഒന്ന് പറയാമോ, എന്തോ വാല്യൂ എന്ന്? ശ്രുതി പോയോ? പറഞ്ഞോ, ശരിയാ. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് IB, റെസിസ്റ്റൻസ് RB. Yes, IB into RB plus VB. This is the first equation. If you are applying KVL to the input side, I will get VBB equal IBRB plus VBE. Can you tell me the KVL of the output side? Total voltage VCC. So what will get? എവിടെയൊക്കെ ഡ്രോപ്പ് വരും? പഴയ പോലെ RC അന്നേരം I can write IC RC plus VC. ഈ രണ്ട് KVL എടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി, നമ്മുടെ ബയസിങ്ങിന്റെ ഏത് സർക്യൂട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാ സർക്യൂട്ടിന്റെ ലോജിക് ഇത്രയേ ഉള്ളൂ. കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് രണ്ടിടത്ത് ഡെസിപ്പേറ്റ് ആവും. അന്നേരം നമുക്കൊരു KVL ഇൻപുട്ട് സൈഡ് ഔട്ട്പുട്ട് സൈഡും കിട്ടും. ഈസ് ക്ലിയർ ടു യു? ഇതിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ we can discuss in the next hour. Okay.